ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ജൂലൈ മാസത്തിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ, അതായത് ജൂലൈ 15 തൊട്ടിട്ട് ജൂലൈ 21 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളും, അതായത് 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങളും, രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളും 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സും ഓരോ പേപ്പറും അരിച്ച് പെറുക്കിയിട്ട് അതിൽ നിന്ന് കിട്ടാവുന്ന ന്യൂസ് എല്ലാം നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ വായിച്ചിട്ട് ഓരോന്നും ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഏതാണ് ജൂലൈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ്, അതായത് 15 to 21 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ ഫസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് ടു അറൈവ് അറ്റ് ഇന്ത്യാസ് ലാർജസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്? അതായത് വിഴിഞ്ഞത്തേക്ക് എത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം, അല്ലെ? കേരളത്തിന്റെ വികസന പ്രതീക്ഷയായിട്ട് വിഴിഞ്ഞത്തെത്തിയ ആദ്യ കണ്ടെയ്നർ മദർഷിപ്പിന്റെ പേര്, വിച്ച് ഇസ് ദ ഫസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ്, അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വിച്ച് ഇസ് ദ ഫസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് ടു അറൈവ് അറ്റ് ഇന്ത്യാസ് ലാർജസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്? ദ റൈറ്റ് ആൻസർ ഈസ് സാൻ ഫെർണാണ്ടോ. അപ്പൊ കേരളത്തിന്റെ വികസന പ്രതീക്ഷയായി ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് വിഴിഞ്ഞത്തിന്റെ ദിനം തൊട്ടിരിക്കുകയാണ്, അല്ലെ? ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്ത് ബർത്തിങ് പൂർത്തിയാക്കിയത് ജൂലൈ 11 9:50 രാവിലെ 9:50 സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിലേക്ക് പുതിയ കപ്പൽച്ചാൽ തുറന്ന ചരിത്ര നിമിഷമായിരുന്നു അത്. മന്ത്രിമാരായ VN വാസവനും അതുപോലെ തന്നെ GR അനിലും ചേർന്നാണ് കപ്പലിനെ വരവേറ്റത്. ട്രയൽ റൺ ഉദ്ഘാടനം ജൂലൈ 12 രാവിലെ 10 മണിക്ക് വിഴിഞ്ഞത്ത് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തുറമുഖത്ത് 3 മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തും. കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർ ഷിപ്പിന്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ ചരക്ക് കപ്പൽ ക്രെയിനുകളുമായാണ് എത്തിയതെങ്കിൽ വാണിജ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യ കണ്ടെയ്നർ കപ്പൽ എത്തിയത് ജൂലൈ 11. നിലവിൽ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന ആകെ ചരക്കില് ഏതാണ്ട് 60% ഇന്ത്യയിലേക്കുള്ളതാണ്. ഇതിന്റെ ഗണ്യമായ ഭാഗം ഇനി വിഴിഞ്ഞത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നർ മാത്രമല്ല കേട്ടോ, കൊളംബോയെ ഇപ്പോൾ ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളുമായി മാറ്റിക്കയറ്റുന്ന ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതോടെ രാജ്യാന്തര തലത്തിൽ കേരളത്തിന്റെ വാണിജ്യ പ്രശസ്തി ഉയരുകയാണ് ചെയ്യുന്നത്. ഈ സാധ്യത മുൻകൂട്ടി കണ്ടാണ് ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ രണ്ടാം ഘട്ട വികസനത്തിനും അദാനി പോർട്സ് തുടക്കമിടുന്നത്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഹു ഈസ് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ് കേട്ടോ. ആരാണ്? അലക്സാണ്ടർ തോമസ്. അപ്പോൾ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ എന്നിവരടങ്ങിയ ഉന്നതതല സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ശുപാർശ ഗവർണർക്ക് കൈമാറും. ഗവർണർ അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കിയാൽ ചുമതലയേൽക്കാം. നിലവിൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, ചെങ്ങന്നൂർ സ്വദേശിയായ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കഴിഞ്ഞ സെപ്റ്റംബർ 4 ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ചത്. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. 2014 ഹൈക്കോടതി ജഡ്ജിയായി. കുറച്ചുകാലം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: വേർ വാസ് ദ ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽഡ്? റൈറ്റ് ആൻസർ ഈസ് കൊച്ചി. കൊച്ചിയിൽ വെച്ചിട്ടാണ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാജ്യാന്തര കോൺക്ലേവ് ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി പ്രവചിക്കാൻ ജനറേറ്റീവ് AI സങ്കേതങ്ങൾ ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. യഥാസമയം കരുതൽ സ്വീകരിച്ച് ജീവഭയം ഒഴിവാക്കാനും കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അദ്ദേഹം ഈ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ രാജ്യാന്തര കോൺക്ലേവിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരും KSIDCയും ആഗോള ടെക് കമ്പനിയായ IBMഉം ചേർന്ന് സംഘടിപ്പിച്ച രാജ്യാന്തര ജെൻ AI കോൺക്ലേവ് ലുലു ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിലാണ്
ഉദ്ഘാടനം ചെയ്തത്. നിലവിളക്ക് തെളിക്കുന്നതിന് പതിവ് രീതിക്ക് പകരം ഡിജിറ്റൽ രീതിയിലായിരുന്നു ഉദ്ഘാടനം. കേരളം പലവട്ടം കാലാവസ്ഥ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. AI മോഡൽസ് ഉപയോഗിച്ച് പ്രവചനം സാധ്യമായാൽ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ അത് നേട്ടമാകും. കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട ജലലഭ്യത ഉറപ്പിക്കാനും ഉചിതമായ രീതിയിൽ വളപ്രയോഗം നടത്താനും കീടനിയന്ത്രണത്തിനുമൊക്കെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ AI ഫലപ്രദമായി ഉപയോഗിക്കാം. മത്സ്യലഭ്യത കണ്ടെത്തുന്നതിന് സഹായിക്കാൻ AIക്ക് കഴിഞ്ഞാൽ അത് മത്സ്യത്തൊഴിലാളികളുടെ സമൂഹത്തിന് തന്നെ വലിയൊരു നേട്ടമുണ്ടാകും. AIയുടെ വളർച്ച പൊതുസമൂഹത്തിന് ഗുണകരമാക്കുന്നതിനായി സ്കൂൾ പാഠ്യക്രമത്തിൽ AI ഉൾപ്പെടുത്തിയത് ഉൾപ്പെടെ ഒട്ടേറെ നടപടികൾ കേരളം സ്വീകരിച്ചിട്ടുണ്ട്. IT-യുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഹബ്ബായ കേരളത്തിന് GenAIയിലും രാജ്യത്തിന്റെ സ്ഥിര കേന്ദ്രമായി വളരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AI കോൺക്ലേവിന്റെ തുടർച്ചയായി വൈകാതെ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട് കോൺഫറൻസ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. വെൻ ഈസ് മലാല ഡേ? എന്നാണ് മലാല ദിനം? എന്നാണ് ജൂലൈ 12-നാണ് ലോകത്തിന്റെ മകൾ എന്നറിയപ്പെടുന്ന മലാലയുടെ ദിവസമായി കണക്കാക്കപ്പെടുന്ന എന്നാണ് ജൂലൈ 12-നാണ്. മലാല ജനിച്ച ദിവസമാണ് ജൂലൈ 12. അതുകൊണ്ടാണ് ജൂലൈ 12 മലാല ദിനമായി ആചരിക്കാൻ UN തീരുമാനിച്ചത്. എന്നാണ് മലാലയ്ക്ക് വെടിയേറ്റത്? 2012 ഒക്ടോബർ 9-നാണ് മലാലയ്ക്ക് വെടിയേറ്റത്. ഗുഷാൽ സ്കൂൾ വാൻ തടഞ്ഞു നിർത്തി ഇരച്ചു കയറിയ താലിബാൻ തീവ്രവാദി മലാലയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സ്വാത്തിൽ വേണ്ടത്ര ചികിത്സാ സൗകര്യം ഇല്ലാത്തതിനാൽ ഹെലികോപ്റ്ററിൽ പെഷാവറിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു മലാലയെ. മലാലയുടെ തലയോട്ടിയുടെ ഒരു ഭാഗം മസ്തിഷ്കത്തിലേക്ക് കയറിയിരുന്നു. അത് മുറിച്ചു നീക്കാൻ ഡോക്ടർ എടുത്ത തീരുമാനമാണ് മലാലയുടെ ജീവൻ രക്ഷിച്ചത്. ആ ഡോക്ടറിന്റെ പേരെന്താണ്? ഡോക്ടർ ജുനൈദ് എന്നാണ്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി UK-യിലെ ബർമിംഗ്ഹാമിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു. താലിബാന്റെ തോക്കിനെ അതിജീവിച്ച് മലാല ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. മലാലയ്ക്ക് വെടിയേറ്റിട്ടില്ലെന്നും പാകിസ്ഥാനെയും താലിബാനെയും താറടിക്കാനുള്ള കെട്ടുകഥയാണെന്നടക്കം പ്രചാരമുണ്ടായി. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഹാഷ്ടാഗിൽ ഐ ആം മലാല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. 2014 ഇന്ത്യക്കാരനായ കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം മലാല പങ്കിട്ടു. നോബൽ ജേതാവിന്റെ പ്രതികരണത്തിനായി ലോകമെമ്പാടും നിന്നുള്ള മാധ്യമങ്ങൾ എത്തിയപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞു, മലാല ക്ലാസ്സിലാണ്, ക്ലാസ് കഴിയുന്നതുവരെ ദയവായി കാത്തിരിക്കൂ എന്ന്. മലാല UN-ൽ നടത്തിയ പ്രസംഗം വളരെ പ്രശസ്തമായിരുന്നു. അതിൽ നിന്ന് വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവർ പരാജിതരായി. നിശബ്ദതയല്ല, ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ് പുറത്തു വന്നത്. എന്റെ ലക്ഷ്യങ്ങൾ മാറ്റാനാകുമെന്നും ആഗ്രഹങ്ങൾക്ക് തടയിടാനാകുമെന്നും തീവ്രവാദികൾ കരുതി. എന്റെ ജീവിതത്തിന്റെ പക്ഷേ ഒറ്റ മാറ്റമേ ഉണ്ടായുള്ളൂ. ദൗർബല്യങ്ങളും ഭീതിയും നിരാശയും മരിച്ചു, കരുത്തും ധീരതയും ജനിച്ചു. അങ്ങനെ ഭീതി മരിച്ചു, ധീരത ജനിച്ചു എന്ന് പ്രസംഗിച്ച വ്യക്തിയാണ്, എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? മലാല. 2013 ജൂലൈ 12 തന്റെ 16ാം പിറന്നാൾ ദിനത്തിലാണ് മലാല UN-ൽ പ്രസംഗിച്ചത്. അതുകൊണ്ട് ജൂലൈ 12 മലാല ദിനമായി ആചരിക്കാൻ UN തീരുമാനിക്കുകയായിരുന്നു അല്ലെ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഹു ഈസ് സെലക്ടഡ് ആസ് ദ ജൂറി ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്? സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ ജൂറി ചെയർമാനായിട്ട് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ആരാണ്? സുധീർ മിശ്രയാണ്. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാനായിട്ട് ഹിന്ദി സംവിധായകൻ സുധീർ മിശ്രയാണ് നിയമിച്ചിരിക്കുന്നത്. സംവിധായകൻ പ്രിയനന്ദനൻ, സംവിധായകനും ഛായാഗ്രാഹകനുമായ അഴകപ്പൻ എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ട് പ്രവർത്തിക്കും. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലും അംഗങ്ങളാണ്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ, നടി ആൻ അഗസ്റ്റിൻ, സംഗീത സംവിധായകൻ ശ്രീവത്സൻ ജെ മേനോൻ എന്നിവരാണ് മറ്റു ജൂറി അംഗങ്ങൾ. ഛായാഗ്രഹൻ പ്രതാപ് P നായർ, എഡിറ്റർ വിജയ് ശങ്കർ, എഴുത്തുകാരായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, വിനോയ് തോമസ്, ഡോക്ടർ മാളവിക ബിന്നി, ശബ്ദലേഖൻ CR ചന്ദ്രൻ എന്നിവരാണ് പ്രാഥമിക വിധി നിർണയ സമിതിയിലെ മറ്റംഗങ്ങൾ. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C അജോയ് ഇരു സമിതികളിലും മെമ്പർ സെക്രട്ടറി ആവും. ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരിയുമായ ഡോക്ടർ ജാനകി ശ്രീധരനാണ് രചനാ വിഭാഗം ജൂറി ചെയർപേഴ്സൺ. ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ ജോസ് K മാനുവൽ, എഴുത്തുകാരൻ ഡോക്ടർ OK സന്തോഷ്, അക്കാദമി സെക്രട്ടറി C അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ. 160 സിനിമകളാണ് മത്സരരംഗത്തുള്ളത്. ജൂലൈ 13 ജൂറി സ്ക്രീനിംഗ് ആരംഭിക്കും. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. വെൻ ഈസ് വേൾഡ് പോപ്പുലേഷൻ ഡേ? എന്നാണ് ലോക ജനസംഖ്യാ ദിനം? എന്നാണ്? ജൂലൈ 11. ജൂലൈ 12 മലാല ദിനമാണ് അല്ലെ. ജൂലൈ 11 ജനസംഖ്യാ ദിനമാണ് അല്ലെ. ജനസംഖ്യാ ദിനം ജൂലൈ 11 ആചരിക്കാൻ തീരുമാനിച്ചതിൽ മലയാളി ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KC സക്രിയുടെ ഇടപെടൽ നിർണായകമാണ്. ആരാണ്? മലയാളി ജനസംഖ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ KC സക്രിയ. ജനസംഖ്യ 500 കോടി തികഞ്ഞ ജൂലൈ 11 ജനസംഖ്യാ ദിനം ആചരിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം
UN അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ അല്ല ലോക ജനസംഖ്യാ ദിനമാണ് കേട്ടോ. ഇന്ത്യയുടെ അല്ല ലോക ജനസംഖ്യാ ദിനമാണ്. 1987 ജൂലൈ 11 ജനസംഖ്യ 500 കോടി തികഞ്ഞത്. 1990 മുതൽ ജനസംഖ്യാ ദിനം ആചരിക്കാനുണ്ടായത്. 1990 മുതൽ. അപ്പോൾ 1987 ജൂലൈ 11 500 കോടിയായി. എന്ത് ലോക ജനസംഖ്യ എന്ന് പറയുന്നത്. 1990 ജനസംഖ്യാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. തിരുവല്ല നിരണം സ്വദേശിയായ ഡോക്ടർ സക്കറിയ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. 2023 ജനുവരി 17 അദ്ദേഹം അന്തരിച്ചത്. ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ടോപ്പ് ആരാണ്? ഇന്ത്യയാണ് അല്ലേ. എത്ര കോടി ജനങ്ങളാണ്? 144.17 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. രണ്ടാമത് ചൈന, തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. 144 ഇന്ത്യയെങ്കിൽ 142 കോടി ജനങ്ങളുമായി പിന്നാലെ തന്നെ ചൈനയുണ്ട്. തൊട്ട് താഴെ USA ആണ്, 34.18 കോടി. അപ്പൊ 100-ൽ കവിഞ്ഞിട്ടില്ല 2 രാജ്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാ? ഇന്ത്യയും ചൈനയും അല്ലെ. 100-ൽ താഴെയാണ് ബാക്കി രാജ്യങ്ങൾ. 100 അല്ല, 50-ലും താഴെയാണ് ബാക്കി രാജ്യങ്ങൾ. USA, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നൈജീരിയ, ബ്രസീൽ, ബംഗ്ലാദേശ്, റഷ്യ, ഇതോപ്യ. ഓക്കെ, അപ്പൊ ഏറ്റവും കുറവ് 12.97 കോടിയുമായി ഇതോപ്യയിലാണ് ഏറ്റവും കുറച്ച് ആൾക്കാരുള്ളത് അല്ലെ. നമ്മൾ പറഞ്ഞു 100 കോടി തികഞ്ഞത് 1804 100 കോടി തികഞ്ഞത്. 500 കോടി ആയത് എപ്പോഴാണ്? 1987 പറഞ്ഞു. അപ്പൊ ജനസംഖ്യയിൽ നാഴികക്കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 കോടി തികഞ്ഞത് 1804 200 കോടി 123 വർഷം വേണ്ടി വന്നു 200 കോടിയാവാൻ. 1927 പിന്നെ 33 വർഷം കഴിഞ്ഞതും 300 കോടിയായി. അതായത് 1960 300 കോടിയായി. 14 വർഷം കഴിഞ്ഞതും 1974 400 കോടിയായി. 13 വർഷം മാത്രമേ വേണ്ടി വന്നുള്ളൂ 500 കോടിയാവാനായിട്ട്. 1987 500 കോടിയായി. അവിടെ നിന്ന് 11 വർഷം വേണ്ടി വന്നു 600 കോടിയാവാൻ. 12 വർഷം 2010 700 കോടിയായി. 2022 800 കോടിയായി. 2037 പ്രതീക്ഷിക്കുന്നത് 900 കോടിയാണ്. 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 900 കോടി ജനങ്ങളായിരിക്കും നമ്മുടെ ലോകത്തുണ്ടാവുക എന്നാണ്. 2037 എത്ര കോടി? 900 കോടി ജനങ്ങൾ ലോകത്തുണ്ടാകുമെന്നാണ് കണക്കെടുപ്പ്. ഈ കണക്കെടുപ്പിൽ സ്ത്രീകൾ കൂടുതൽ കാലം ജീവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സും സ്ത്രീകളുടേത് 74 വയസ്സുമാണ്. ലോക ജനസംഖ്യാ സ്ഥിതി വ്യക്തമാക്കുന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടിലാണ് ഈ വിവരം. ഇന്ത്യൻ ജനസംഖ്യയിലെ 24% പേർ 14 വയസ്സിന് താഴെയുള്ളവരാണ്. 10 to 19 പ്രായക്കാർ 17% ഉണ്ട്. 10 to 24 വയസ്സുകാർ 26%ആണുള്ളത്. 15 to 64 വയസ്സുകാരായ 68% പേരുണ്ട്. 7% മാത്രമേ 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരുള്ളൂ. അപ്പൊ 7% 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ളവരാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് സ്ത്രീകളാണ് എന്നാണ് കണക്കെടുപ്പ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഹു ഈസ് ദ സെക്കൻഡ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ? ആരാണ്? രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ 2ാം സ്ഥാനത്ത് ആരാണ്? മെസ്സിയാണ്. എത്ര ഗോൾ അടിച്ചിരിക്കുന്നത്? 109. അപ്പോൾ 109ാം ഗോൾ മെസ്സി അടിച്ചത് കാരണം എന്താണ്? രാജ്യാന്തര ഗോൾ നേട്ടത്തിൽ 2ാം സ്ഥാനത്ത് ആരെത്തിയിരിക്കുകയാണ്? മെസ്സി എത്തിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. വിച്ച് ഇസ് എ കൺട്രി ദാറ്റ് ടെസ്റ്റഡ് മിനിറ്റ്മാൻ 3 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ? അതായത് മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം. ഇന്റർ കോണ്ടിനെന്റൽ, അതാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ്? USA ആണ്. ഓക്കെ, USA is the country that tested മിനിറ്റ്മാൻ 3 ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് ഇസ് എ മൾട്ടിനാഷണൽ എയർ എക്സസൈസ് ടു ബി ഹെൽഡ് ബൈ ഇന്ത്യ ഇൻ ഓഗസ്റ്റ്? അതായത് ഓഗസ്റ്റിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഏതാണ്? തരംഗ് ശക്തി 2024. തരംഗ് ശക്തി 2024 is the multinational air exercise to be held by India in August. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഹു ഈസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ ഹു വോൺ ദ 2023 ലാംഗ്വേജ് പ്രൈസ് ഓഫ് കേന്ദ്ര സാഹിത്യ അവാർഡ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാനം എത്രയാണ്? 1,00,000 രൂപയാണ് കേട്ടോ. നേടിയ സംസ്കൃത പണ്ഡിതൻ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ KG പൗലോസ്. ഓക്കെ, അപ്പൊ ഡോക്ടർ KG പൗലോസ് ഈസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ ഹു വോൺ ദ 2023 ലാംഗ്വേജ് പ്രൈസ് ഓഫ് കേന്ദ്ര സാഹിത്യ അവാർഡ്. ഇനി കുറച്ച് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 11th ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് കംസ് ഫസ്റ്റ് ഇൻ ദ ഫിഫ റാങ്കിങ്?
ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? അർജന്റീനയാണ് അല്ലേ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? 124 സ്ഥാനമാണ്. അർജന്റീന ഒന്നാമതാണ്. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി. ഫ്രാൻസ് ആണ് രണ്ടാമത്. സ്പെയിൻ, ഇംഗ്ലണ്ട്, ബ്രസീൽ ടീമുകളാണ് യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങളിൽ. ജൂണിലെ റാങ്കിങ്ങിൽ 124 സ്ഥാനത്തേക്ക് വീണ ഇന്ത്യക്ക് പുതിയ റാങ്കിങ്ങിൽ സ്ഥാനം മെച്ചപ്പെടുത്താനൊന്നും ആയിട്ടില്ല. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത റൗണ്ടിൽ നിന്നും പുറത്തായതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷം 99-ാം സ്ഥാനത്തെത്തിയതാണ് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച റാങ്കിങ്. അടുത്ത ചോദ്യം, വെൻ ഈസ് വേൾഡ് സ്നേക്ക് ഡേ? 12ാമത്തെ ചോദ്യം. എന്നാണ് വേൾഡ് ലോക സർപ്പദിനം? എന്നാണ്? ജൂലൈ 16-നാണ്. പാമ്പുകൾക്കൊരു ദിനം അല്ലെ, സർപ്പദിനം എന്നാണ് ജൂലൈ 16. പാമ്പുകളെ ഓർക്കാനൊരു ദിനമാണ് ജൂലൈ 16 അല്ലെ. വിവിധ തരം പാമ്പുകളെ കുറിച്ച് അറിയാനും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അവ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുവാനുമാണ് സർപ്പദിനം ആചരിക്കുന്നത്. കേരളത്തില് 110ഓളം ഇനം പാമ്പുകളാണുള്ളത്. ഇന്ത്യയിൽ 350 ഇനം പാമ്പുകളാണുള്ളത്. ലോകത്ത് 3500. അപ്പൊ 110, 350, 3500 അല്ലെ. കേരളത്തിൽ 110, ഇന്ത്യയിൽ 350 ഇനം പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ലോകത്ത് 3500 ഇനം പാമ്പുകളാണുള്ളത്. ഇനങ്ങളാണ്, അല്ലാതെ എണ്ണങ്ങളല്ല. 110 ഇനം പാമ്പുകൾ, 350 ഇനം പാമ്പുകൾ, 3500 ഇനം പാമ്പുകൾ. കേരളത്തിലെ പാമ്പുകൾ 7 വിഭാഗങ്ങളാണുള്ളത്. ആദ്യ 2 വിഭാഗത്തിലുള്ളവയാണ് വിഷപ്പാമ്പുകൾ, എലാപ്പിഡെ അതുപോലെ തന്നെ പൈപ്പറിഡെ. എലാപ്പിഡെ എന്ന് പറയുമ്പോൾ രാജവെമ്പാല, മൂർക്കൻ, ശംഖുവരയൻ തുടങ്ങിയവയ്ക്കാണ് എലാപ്പിഡയിൽ വരുന്നത്. പൈപ്പറിഡെ എന്ന് പറയുമ്പോൾ അണലി, ചുരുട്ടമണ്ഡലി, പച്ചമുളവലി എന്നൊക്കെ വരും. അതുപോലെ കൊളൂബ്രിഡെ, നീർക്കോലി, ചേര, മുതിരവളയൻ, അങ്ങനെ നമ്മൾ പറഞ്ഞു 7 വിഭാഗങ്ങളുണ്ട്. ആദ്യത്തെ 2 വിഭാഗം എലാപ്പിഡയും പൈപ്പറിഡയും, ഈ അണലി, രാജവെമ്പാല, മൂർക്കൻ അതൊക്കെ വരുന്നതാണ് ആദ്യത്തെ 2 വിഭാഗം. ബാക്കിയുള്ളതൊക്കെ വിഷമില്ലാത്തതാണ്. നീർക്കോലി, ചേര, പൂച്ചക്കണ്ണൻ, വെള്ളിവരയൻ, മണ്ണൂലിപ്പാമ്പ്, വിരപ്പാമ്പ്, ഇരുതലക്കണ്ണൻ എന്നിവയൊക്കെ വിഷമില്ലാത്ത ഭാഗങ്ങളിൽ പെടുന്നവയാണ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. ഹു ആർ ദ കോപ്പ അമേരിക്ക വിന്നേഴ്സ്? കോപ്പ അമേരിക്ക വിന്നേഴ്സ് ആരാണ്? അർജന്റീന അല്ലെ. വാമോസ് അർജന്റീന. ഹു ആർ ദ കോപ്പ അമേരിക്ക വിന്നേഴ്സ്? അർജന്റീന. ആരാധകരുടെ തള്ളിക്കയറ്റം മൂലം വൈകി തുടങ്ങിയ മത്സരത്തിൽ ഇരു ടീമിന്റെയും പ്രതിരോധ നിര പരുക്കനായി മുന്നേറ്റങ്ങളെ പ്രതിരോധിച്ചതോടെ നിശ്ചിത സമയത്ത് ഗോൾ അകന്നിരുന്നു. എക്സ്ട്രാ ടൈമിൽ വിജയ ഗോൾ നേടണമെന്ന ആവേശത്തോടെ ഇരു ടീമും കളിച്ചതോടെയാണ് കളി ആവേശകരമായത്. 95-ാം മിനിറ്റിൽ ഗോൺസാലസിന്റെ ഒരു ഷോട്ട് കഷ്ടിച്ച് സേവ് ചെയ്ത വർഗാസ് കൊളംബിയയെ കാത്തെങ്കിലും ആശ്വാസത്തിന് അധികം ആയുസുണ്ടായില്ല. 112-ാം മിനിറ്റിൽ ലൗറ്റാരയുടെ ഷോട്ടിന് മുന്നിൽ വർഗാസ് നിസ്സഹായനായതോടെ കൊളംബിയയുടെ 28 മത്സരങ്ങൾ നീണ്ട അപരാജിത പരമ്പരയ്ക്കും അവസാനമാവുകയാണുണ്ടായത്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഹൂ വിൻസ് യൂറോ 2024? ഹൂ വിൻസ് യൂറോ 2024? യൂറോ കപ്പ് ആരാണ് നേടിയത്? യൂറോ കപ്പിൽ സ്പെയിൻ അല്ലെ. ദ റൈറ്റ് ആൻസർ ഈസ് സ്പെയിൻ. സ്പെയിൻ വോൺ യൂറോ 2024. യൂറോ കപ്പിൽ സ്പെയിനും കോപ്പ അമേരിക്കയിൽ അർജന്റീനയും ജേതാക്കളായതോടെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഇരു ടീമുകളും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടത്തിനാണ്. മത്സരത്തിന്റെ വേദിയും തീയതിയും പിന്നീട് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2022-ൽ ഫൈനലിസിമ ആദ്യമായി നടന്നപ്പോൾ ഇറ്റലിയെ 3-0 തോൽപ്പിച്ച് അർജന്റീന ജേതാക്കളായിരുന്നു. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഹു വോൺ വിംബിൾഡൺ മെൻ സിംഗിൾസ്? അതായത് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ജേതാവായത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ഫൈനലിൽ ജോക്കോവിച്ചിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്, വീണത് ജോക്കോവിച്ച് ആണെങ്കിൽ വീഴ്ത്തിയത് അൽക്കാരസ് തന്നെ. അതായത് തുടർച്ചയായ 2-ാം തവണയും ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ വീഴ്ത്തി സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവായിരിക്കുകയാണ്. 37-കാരൻ ജോക്കോവിച്ചിനെതിരെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് 21-കാരനായിട്ടുള്ള അൽക്കാരസിന്റെ ജയം. അൽക്കാരസിന്റെ 4-ാം ഗ്രാൻഡ് സ്ലാം സിംഗിൾ ട്രോഫിയാണിത്. 2023-ലും 2024-ലും വിംബിൾഡൺ വിജയങ്ങൾക്ക് പുറമെ 2022 US ഓപ്പണും ഈ വർഷം തന്നെ ഫ്രഞ്ച് ഓപ്പണുമാണ് അൽക്കാരസ് നേടിയത്. ഇതുവരെ കളിച്ച 4 ഗ്രാൻഡ് സ്ലാം ഫൈനലുകളും ജയിച്ചു എന്ന നോട്ടത്തോടെയാണിത്. തോൽവിയോടെ 25-ാം ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടമെന്ന റെക്കോർഡാണ് ജോക്കോവിച്ചിന് അകന്നുപോയത്. ഇപ്പോൾ 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുമായി മുൻ ഓസ്ട്രേലിയൻ വനിതാ താരം മാർഗരറ്റ് കോർട്ടിനൊപ്പമാണ് സെർബിയൻ താരം ജോക്കോവിച്ച്. ഓക്കെ, അപ്പം നമ്മൾ ജൂലൈ മാസത്തെ 3-ാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ജൂലൈ 15 തൊട്ട് 21 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യ കണ്ടെയ്നർ മദർഷിപ്പിൻ്റെ പേരെന്താണ്? സാൻ ഫെർണാണ്ടോ എന്നാണ് അല്ലേ. അലക്സാണ്ടർ തോമസ് ആരാണ്? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അല്ലേ, അലക്സാണ്ടർ തോമസ് അല്ലേ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? മലാല ദിനം എന്നാണെന്ന് പറഞ്ഞല്ലേ. മലാല ദിനം എന്നാണ്? ജൂലൈ 12 ആണ്.
എന്തുകൊണ്ടാണ്? അന്നാണ് മലാല ജനിച്ചത്. ജൂലൈ 12-നാണ് മലാല ജനിച്ചത്. അതുകൊണ്ടാണ് അന്ന് മലാല ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.